+1 ക്ലാസ്സുകൾ തുടങ്ങി ഏകദേശം ഒരു മാസത്തോളമായി. നിങ്ങളിപ്പോഴും ആ SSLC ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? സത്യാവസ്ഥ അതല്ലേ? നിങ്ങളിപ്പോഴും +1ൻ്റെ ആ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ഇനിയും നിങ്ങൾ ആ റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇസ് മീ നാഫി. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. കേരളത്തിൽ +1 പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇതിന് 2 കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, +1നെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എത്ര ദിവസം ആഴ്ചയിൽ പഠിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 2, +1 സബ്ജക്റ്റുകൾ ഓരോന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ടഫാണോ, ഈസി ആണോ, എന്താണ് +1 സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കുമെന്ന് തോന്നുന്നത്? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, +1ൻ്റെ ആദ്യത്തെ പ്രശ്നം, നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കണ്ടന്റ് ലെവലാണ്. SSLCയുടെ 3 ഇരട്ടി കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? +1 പഠിക്കാനുണ്ട്. SSLCയേക്കാൾ 3 ഇരട്ടിയാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത്? +1 പഠിക്കാനുള്ളത്. അപ്പോൾ SSLC ഒക്കെ പൊതുവെ നിങ്ങൾ എങ്ങനെ പഠിച്ചത്? ജസ്റ്റ് എക്സാമിന് തലേന്ന് അല്ലെങ്കിൽ എക്സാമിന് ഒരാഴ്ച മുന്നേ ഒക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പഠിച്ചു തുടങ്ങി ഒരു കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും. പക്ഷേ +1 ഒരിക്കലും അങ്ങനെയല്ല. +1 നല്ല കണ്ടന്റ് കൂടുതലാണ്. SSLCയെ കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടിയോളം കണ്ടന്റ് നിങ്ങൾക്ക് +1ൽ പഠിക്കാനുണ്ട്. അപ്പോൾ SSLCയെ പോലെ നിങ്ങൾ എക്സാമിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ സ്റ്റഡി ലീവിൽ മാത്രം പഠിക്കാനാണ് നിങ്ങളുടെ +1ന് തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് വളരെ വളരെ കുറവായിരിക്കും. +1 നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കൃത്യമായൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടൈം ടേബിളിനനുസരിച്ച് പഠിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് സ്റ്റഡി ടൈം ടേബിൾ എന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി ടൈം ടേബിൾ അയച്ചു തരാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കണ്ടന്റ് ഈസ് വെരി വെരി ബിഗ് ഇൻ +1. SSLCയേക്കാൾ 3 ഇരട്ടി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത്രയും കണ്ടന്റ് നിങ്ങൾ പഠിച്ച് തീർക്കണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടേ മതിയാവും. രണ്ടാമത് നിങ്ങളുടെ പ്രശ്നം ടൈമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു മാസത്തോളമായി ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോഴും സ്കൂൾ പ്രോപ്പറായിട്ട് ക്ലാസ് തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ കൂടി ട്രാൻസ്ഫർ ആകാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി സയൻസ് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ട്രാൻസ്ഫർ ആകുന്ന കുട്ടി ഒരു മാസത്തോളം നഷ്ടപ്പെട്ടും കഴിഞ്ഞു. അപ്പം ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ജൂലൈ 31 ശേഷമാണ് ശരിക്കും പ്രോപ്പറായിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നിങ്ങൾക്ക് മോഡൽ എക്സാം ആണ്, മാർച്ച് നിങ്ങൾക്ക് പബ്ലിക് എക്സാമാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം ഇത്രയും വലിയ കണ്ടന്റ് സ്കൂളിൽ പഠിപ്പിച്ച് തീർക്കാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കൂൾ ടീച്ചർ കുറച്ച് സ്പീഡ് പോകും. പിന്നെ നിങ്ങൾ പലർക്കും മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എത്തിയ ആളുകളുണ്ടാവും. അപ്പോൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാമെങ്കിലും ടേംസും കാര്യങ്ങളും കൂടുതൽ ഇംഗ്ലീഷാണ് ഉണ്ടാവുക. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ചെറിയ ഡിഫിക്കൽട്ട് ഉണ്ട്. പക്ഷേ നിങ്ങൾ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ടൈമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കണ്ടന്റ് ടീച്ചേഴ്സിന് പഠിപ്പിക്കാനുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കുതിരയെ പോലെ മുന്നോട്ടേക്ക് ഓടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, നിങ്ങളൊരു ആമയെ പോലെയാണ് നിങ്ങൾ ഓടാൻ തയ്യാറെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ തോറ്റു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇനി നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ മനസ്സിലൊരു ഫയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനുള്ള ഫയർ? +1 ഞാൻ പഠിക്കും. കാരണം ഇനിയും നിങ്ങൾ ആ ഫയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരിയിൽ നിങ്ങൾ ഫയർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് സമയമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് മുമ്പേ ഓടി തുടങ്ങിയ ആളുകളുണ്ടാവും, അവരത്തേക്ക് നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാതെ നിങ്ങൾ തോറ്റു പോയേക്കാം. അപ്പോൾ ഈ ടൈം വളരെ കുറച്ചേ ഉള്ളൂ, കണ്ടന്റ് വളരെ കൂടുതലുമാണ്. നിങ്ങൾ +1ൽ ഇപ്പോൾ മുതൽ തന്നെ പഠിക്കാൻ തയ്യാറാവുക. മറ്റൊരു പ്രശ്നമാണ്, നിങ്ങൾ ഇപ്പോഴും SSLC തന്നെയാണ്. നിങ്ങളിപ്പോഴും SSLCയുടെ ഹാങ് ഓവറിലാണ്. ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണോ ക്ലാസ് കേൾക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ +1 ക്ലാസ് കേൾക്കുന്നത്. 10ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ +1 പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് അതേപോലെ തന്നെയാണ് നിങ്ങൾ +1 നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് മാറ്റണം മക്കളെ. നിങ്ങൾ 10ൻ്റെ ആ ഒരു മാറാപ്പ് പൊട്ടിച്ചിട്ട് +1ലേക്ക് എത്താൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ടേക്കായി പോകും. ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അടുത്തൊരു പ്രശ്നം. നിങ്ങൾ ഓണം എക്സാം ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി നോക്കുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും SSLCയുടെ പോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല +1. അത്യാവശ്യം തല ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എവിടെ ഉണ്ടാവുക? +1 ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ലെവലും എന്താണ് മാറുന്നുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ ലെവലും SSLC വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എവിടെ ഉണ്ടാവുക? +1 ഉണ്ടാവുക. ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് അതിനു വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് +1 നല്ല ടഫാവും. ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറയുന്നുണ്ട്, സാറേ +1 ടഫാണ്, +1 ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കുക, നിങ്ങൾ കഷ്ടപ്പെടുക. നിങ്ങൾ ഒരിക്കലും SSLCയെ പോലെ ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് പൊക്കാൻ പറ്റുന്ന ഒന്നല്ല +1 കുറച്ചൊന്ന് എഫേർട്ട് എടുത്താലേ നമുക്ക് എന്തേ ഉള്ളൂ, പൊങ്ങി കിട്ടുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഉണ്ടാവും. +1 ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾ ഗ്യാങ്ങിലുള്ളവരൊക്കെ പഠിക്കുകയും നിങ്ങൾ പഠിക്കാതെ ഇങ്ങനെ ജിൽജിലായി നടക്കുകയും ചെയ്താൽ റിസൾട്ട് വരുമ്പോൾ അവർ മികച്ച മാർക്ക് വാങ്ങിപ്പോകും, നിങ്ങളുടെ മാർക്ക് വളരെ കുറയുകയും ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ ലെവലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം?
കറക്റ്റായിട്ടുള്ള കണ്ടന്റ് വേണം. കണ്ടന്റ് ഈസ് ദ കിങ്. ഈ കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഒന്ന് സ്കൂളിൽ നിന്ന് കിട്ടും. പക്ഷേ സ്കൂളിൽ ഇപ്പോൾ കുറച്ച് സ്പീഡ് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സ്പീഡിൽ ഓടിയെത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കണ്ടന്റിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ടന്റ് പക്ക ആയിരിക്കും, കണ്ടന്റ് പക്ക ക്ലിയർ ആയിരിക്കും. കണ്ടന്റിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ എന്തടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം കണ്ടന്റ് എജ്യൂപോഡ് സെറ്റാക്കി തരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുള്ള. എങ്ങനെയാണ് എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക? നിങ്ങൾ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് +1 കൊമേഴ്സ് സൂപ്പർ ബാച്ച്, +1 ഹ്യൂമാനിറ്റി സൂപ്പർ ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടാകും, ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം വീണ്ടും ആവർത്തിച്ച് പറയാണ്, കണ്ടന്റ് ആണ് നിങ്ങളുടെ കിങ്. കണ്ടന്റ് ആണ് നിങ്ങളുടെ കിങ്. കണ്ടന്റ് സെറ്റ് ആക്കിയാൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൂടെ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. സ്ഥിരമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ആഴ്ച ഒരു 5 ദിവസം 3 മണിക്കൂർ വെച്ചിട്ടെങ്കിലും പഠനത്തിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടിയെടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ച് കിട്ടും. അപ്പോൾ ചില സമയം നമ്മൾ പണത്തെക്കുറിച്ച് ആലോചിക്കരുത്. നമുക്ക് ആലോചിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളാണ്. വളരെ ചെറിയൊരു തുകയ്ക്ക് നിങ്ങൾക്ക് എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ +1 ഏറ്റവും മികച്ച മാർക്ക് എന്ന ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നേടിയെടുത്ത ഒരുപാട് കുട്ടികൾ കേരളത്തിലൊട്ട് അനവധി മേഖലയിലുണ്ട്. അപ്പോൾ നിങ്ങൾ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എജ്യൂപോഡ് +1 കൊമേഴ്സ് സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ +1 ഹ്യൂമാനിറ്റി സൂപ്പർ ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.